ആ കറണ്ട് പോകുന്ന ശബ്ദം കേൾക്കുമ്പോൾ എനിക്ക് പേടിയാണ്. കാരണം വെച്ചാൽ അവൻ നിൽക്കുന്ന അവൻ്റെ ജീവൻ നിലനിൽക്കുന്ന കറണ്ടില്ല. ബെഡ് റിഡൻ പേഷ്യൻ്റാണ്, ട്രാക്കോസ്റ്റോമിക് പേഷ്യൻ്റാണ്. കാരണം വെച്ചാൽ ഇവിടെ തൊണ്ടയിൽ തുളച്ചിട്ട് അതിലൂടെയാണ് അവന് ജീവശ്വാസം കൊടുക്കുന്നത്, ഓക്സിജൻ കൊടുക്കുന്നത്. ഈ ഒരു ഗതികെട്ട അവസ്ഥ വേറെ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാമെന്നല്ലാതെ ഈ ഉള്ള അവസ്ഥയിൽ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരുണ്ടാവും? ഇപ്പം ഞങ്ങളുടെ മകന് വേണ്ടിയിട്ട് ആര് കനിയും? KCB കനിയാനായിട്ട് എന്ത് ചെയ്യണം? അവൻ SLCക്ക് അവൻ പരീക്ഷ എഴുതാനായിട്ട് ഞങ്ങളെ ആംബുലൻസിലാണ് കൊണ്ടുപോകാറ്. ആംബുലൻസിൽ സ്ട്രെച്ചറിൽ കയറ്റിയിട്ട് ഇവിടുന്ന് കൊണ്ടുപോയിട്ട് വീൽ ചെയറിലേക്ക് മാറ്റിയിരുത്തി സ്ക്രൈബിനെ കൊണ്ട് എഴുതിക്കുകയാണ് ചെയ്യുക. അത് കഴിഞ്ഞ് 2023 വീണ്ടും +1 +2 എക്സാമിനേഷൻ എഴുതി. അത് നല്ല ഉന്നത വിജയം നേടി. അത് നമ്മുടെ 2021-23 കാലഘട്ടത്തിൽ അവൻ പഠിച്ചത് നമ്മുടെ പെരിങ്ങളം ഹയർ സെക്കൻഡറി സ്കൂളിൽ. അവിടെയാണ് അവൻ്റെ +1 +2 കഴിഞ്ഞത്. അതിനുശേഷം അത് നല്ല മാർക്കോട് അവൻ പാസ്സായി. അവന് ഗുരുവായൂരപ്പൻ കോളേജിൽ BAക്ക് കിട്ടി. അവന് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവന് കൈയും കാലും അനക്കാനില്ലാത്തതുകൊണ്ട് അവന് ഫസ്റ്റ് ഗ്രൂപ്പാണ് അവന് ഇഷ്ടം. മാത്തമാറ്റിക്സും സയൻസും ആണ് ഇഷ്ടം. ഡോക്ടർ ആവണമെന്നൊക്കെയാണ് അവൻ്റെ ആഗ്രഹമായിരുന്നു. പക്ഷേ ടൈട്രേഷൻ ഒന്നും ചെയ്യാനൊന്നും അവന് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ആ വിധി വൈപരീത്യം കൊണ്ട് അവൻ എന്ത് ചെയ്തു, അവന് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റിലേക്ക് മാറേണ്ടി വന്നു. അതാണ് ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിച്ചത്. പിന്നീട് BA ഹിസ്റ്ററി അവൻ ICU എടുത്തിട്ട് ഡിഗ്രി ഫസ്റ്റ് ക്ലാസ്സിലാണ് പാസ്സായത്. ഈ പ്രാവശ്യം മാത്രം 2026 എക്സാമിനേഷൻ കഴിഞ്ഞ് കൂടിയിട്ട് ഇവിടെ വോൾട്ടേജ് വേരിയേഷൻ്റെ പ്രോബ്ലം ഉണ്ട്. വോൾട്ടേജ് വേരിയേഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പരോട്ടായിട്ട് KCBയിൽ കംപ്ലയിൻറ്റ് ചെയ്തതാണ്. അന്ന് മൊത്തമായിട്ട് വോൾട്ടേജ് വേരിയേഷൻ ഉണ്ടായിരുന്നു. എല്ലാ വീടുകളിലും വോൾട്ടേജ് വേരിയേഷൻ ആയിരുന്നു. ഒരു ദിവസത്തെ പോലെ വോൾട്ടേജ് വേരിയേഷൻ ഉണ്ടായപ്പോൾ അവന് ഓക്സിജൻ എടുക്കാൻ പറ്റുന്നുണ്ടായി. അപ്പോൾ ഈ ഓക്സിജൻ കോൺസെൻട്രേറ്റർ എന്ന സാധനമാണ് ഓക്സിജൻ ഉണ്ടാക്കുന്നത്. അന്ന് ഇവന് ഇതിൻ്റെ ആവശ്യമില്ല. അവൻ തൊണ്ട തുളച്ചിട്ടില്ല. അവൻ ഹി വാസ് നോർമൽ, ഒരു ബെഡ് റിഡൻ പോയ ഒരു പേഷ്യൻ്റാണ്. ആ സമയത്ത് ഈ വോൾട്ടേജ് ഇതായപ്പോൾ എന്തെന്ന് വെച്ചാൽ ഓക്സിജൻ കിട്ടാണ്ടായി. ഓക്സിജൻ കിട്ടാണ്ടായി എന്ന് പറഞ്ഞാൽ ഓക്സിജൻ സിലിണ്ടർ ഇവിടെ ഉണ്ട്. ആ ഓക്സിജൻ സിലിണ്ടർ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ പരിമിതി. അപ്പോൾ ആംബുലൻസിലായിരുന്നു പരിമിതി ഉണ്ടായിരുന്നു, സൗകര്യം ഉണ്ടായതില്ല. അപ്പോൾ എന്തുണ്ടായി വെച്ചാൽ ഓക്സിജൻ സിലിണ്ടർ മൊത്തമായിട്ട് കയറ്റാൻ പറ്റില്ല ആംബുലൻസിലേക്ക്, വലിയ ഓക്സിജൻ സിലിണ്ടർ. അപ്പോൾ ചെറിയ ഓക്സിജൻ സിലിണ്ടറിൽ കുറഞ്ഞ ഓക്സിജൻ ഉണ്ടായിരുന്നു. അത് അവന് മനസ്സിലായി. അവനെന്തോ പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലായി. അവൻ ഏറ്റവും നിയർ ബൈ ആയിട്ട് നിർമ്മല ഹോസ്പിറ്റലിൽ വരെ എത്തിച്ചു. അവിടെ എത്തിച്ചവിടെ മാറ്റുമ്പോഴത്തേക്ക് അവന് ഓക്സിജൻ്റെ ലാക്കായിട്ട് അവന് കാർബൺ ഡൈഓക്സൈഡ് ഫില്ലായി. അവൻ്റെ ലങ്സ് ബ്ലോക്കായി. അങ്ങനെ അവൻ നേരെ ICUയിൽ കയറി, അബോധാവസ്ഥയിലായി. അങ്ങനെ ICUയിൽ കയറി വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു. ഒരു 3 മാസത്തോളം ICU വാസത്തിൽ തന്നെയായിരുന്നു. 2.5-3 മാസത്തോളം ICUയിൽ തന്നെയായിരുന്നു എൻ്റെ വാസം. ഇപ്പോൾ അതേ ICU കണ്ടീഷൻ ഇവിടെ വീട്ടിൽ നമ്മൾ നിർമ്മിച്ച് ബൈപ്പാപ്പ് മെഷീൻ വെച്ച് ആ ബൈപ്പാപ്പ് മെഷീന് ഈ കറണ്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഓക്സിജൻ കോൺസെൻട്രേറ്റർ വെച്ച് ഓക്സിജൻ കൊടുത്ത് ഓക്സിജൻ സിലിണ്ടർ വേറെ റെഡിയിൽ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തിട്ട് അവിടുത്തെ അതേ കണ്ടീഷൻ ICU കണ്ടീഷൻ ഇവിടെ ആക്കിയതിന് ശേഷമാണ് അവർ ഡിസ്ചാർജ് പോലും തന്നത്. അത്രയും ക്രിട്ടിക്കലുള്ള കണ്ടീഷനിൽ ഒരു പേഷ്യൻ്റാണ് ഇപ്പോൾ. ബെഡ് റിഡൻ ആയിരുന്നു ഇത്രയും നാൾ. പക്ഷേ ഇപ്പം റിയലി ബെഡ് റിഡൻ പേഷ്യൻ്റാണ്, ട്രാക്കോസ്റ്റോമിക് പേഷ്യൻ്റാണ്. കാരണം വെച്ചാൽ ഇവിടെ തൊണ്ടയിൽ തുളച്ചിട്ട് അതിലൂടെയാണ് അവന് ജീവശ്വാസം കൊടുക്കുന്നത്, ഓക്സിജൻ കൊടുക്കുന്നത്. അതും ഹൈ പവറുള്ള ബൈപ്പാപ്പ് മെഷീൻ വെച്ചിട്ട് അതിലേക്ക് അവന് ഓക്സിജൻ പമ്പ് ചെയ്തിട്ടാണ് അവൻ്റെ അവന് ശ്വാസം നിലനിർത്തുന്നത്, അവൻ്റെ ജീവൻ നിലനിർത്തുന്നത്. ഓരോ വർഷവും മഴ വരുമ്പോൾ മഴക്കെടുതിയിൽ വരുന്നത് എന്താ വെച്ചാൽ ട്രാൻസ്ഫോമർ വെള്ളം പോകും. അപ്പോൾ അവർ ട്രാൻസ്ഫോമർ ഓഫാക്കിയിടും. കഴിഞ്ഞ വർഷത്ത് അവർ ഓഫാക്കിയപ്പോൾ നമുക്ക് വിഷമമില്ല. പക്ഷേ ഈ വർഷം ഓഫാക്കിയപ്പോൾ ഞങ്ങളാകെ പിടിച്ചു. അപ്പോൾ കറണ്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്. ശബ്ദം കേട്ടോ, BP കേൾക്കുന്ന കറണ്ട് പോകുന്ന ശബ്ദം. ആ കറണ്ട് പോകുന്ന ശബ്ദം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്. കാരണം വെച്ചാൽ അവൻ അവൻ്റെ ജീവൻ നിലനിൽക്കുന്ന കറണ്ടില്ല. ആ കറണ്ടിൽ കൂടെ ഓക്സിജൻ അവൻ്റെ ശ്വാസനേന്ദ്രിയത്തിലേക്ക് ചെന്നാൽ മാത്രമേ അവൻ ശ്വസിക്കാൻ, അവൻ ജീവിച്ചിരിക്കാൻ പറ്റുള്ളൂ. ഇതാണ് അവൻ്റെ അവസ്ഥ. ഈ ഒരു ഗതികെട്ട അവസ്ഥ വേറെ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാമെന്നല്ലാതെ ഈ ഉള്ള അവസ്ഥയിൽ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരുണ്ടാവും? ഇപ്പം ഞങ്ങളുടെ മകന് വേണ്ടിയിട്ട് ആര് കനിയും? KCB കനിയാനായിട്ട് എന്ത് ചെയ്യണം? ഇപ്പം തന്നെ നിങ്ങൾ നോക്കൂ, കറണ്ടില്ല. പർപ്പസ്ഫുള്ളി ആയതല്ല ഇത്, ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ ഞാനുള്ളത്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഇൻവെർട്ടറിലാണ്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ആ ഇൻവെർട്ടറിന് പരിമിതികളുണ്ട്. അത് ഇൻവെർട്ടറിന് ആ സമയം കഴിഞ്ഞ് ഞങ്ങൾ ബാക്കി എല്ലാ സ്വിച്ചും ഓഫാക്കിയിട്ടിരിക്കുക. കാരണം അവൻ്റെ ഈ ജീവസന്ധാരണത്തിൻ്റെ അതിൽ ശ്വാസോച്ഛ്വാസത്തിൻ്റെ ആവശ്യത്തിനുള്ള മരുന്ന് ഇത് വർക്ക് ചെയ്യാൻ മാത്രമുള്ള ഇത് മാത്രമേ എടുക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് അത് നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ ഇത്ര നേരം കിട്ടില്ല. അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മുടെ അടുത്ത് ആകപ്പാടെ ഉള്ളത് ഒരു കൊച്ചു ജനറേറ്ററാണ്. നമ്മൾ വലിയ വാടകയ്ക്ക് എടുക്കാൻ നമുക്ക് നിർവാഹമില്ലാത്തതുകൊണ്ട് ഒരു ഞാൻ പറഞ്ഞേ ഉദാരമതികളുടെ സംഭാവന പോലെ ഒരു ജനറേറ്റർ കിട്ടിയതാണ്. ആ ജനറേറ്ററാണ് നമ്മൾ ജീവൻ നിലനിർത്തുന്ന സംഗതി. അപ്പോൾ അവസ്ഥ ഇതാണ്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോവുകയാണ്. പലവട്ടമായി ഇപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് ഇത് നേരത്തിനിടയ്ക്ക് പലവട്ടം കറണ്ട് പോയി. ഇതാണ് നമ്മുടെ അവസ്ഥ. ഇതുകൊണ്ടാണ് നമ്മൾ പെടയുന്നത്. നമ്മളെ അവസ്ഥ ഇത്രയും ഭീകരമാണെന്ന് ആരോട് പറയും? KCB നമ്മൾ സഹായിക്കുകയാണെങ്കിൽ ഇതൊന്നും ആവശ്യമില്ല. ഇത് മെഡിക്കൽ കോളേജിൻ്റെ ലൈനിൽ 24 മണിക്കൂർ ഇടതടവില്ലാതെ കറണ്ട് ഉണ്ടെന്ന് അവർ തന്നെ പറയുന്നതാണ്. വളരെ റെയർ സമയങ്ങളിൽ മാത്രമേ അവിടെ കറണ്ട് പോകാറുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഈ പർട്ടിക്കുലർ ഈ ലൈനൊന്നും മാറ്റിത്തരാൻ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഈ റോഡിൻ്റെ
ഈ അറ്റത്താണ് നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ ഫസ്റ്റ് ഇതുള്ള ഈ ലൈനിലുള്ള ഫസ്റ്റ് പോസ്റ്റ് ഉള്ളത്. ഞങ്ങളുടെ പോസ്റ്റ് ഇപ്പോൾ ഇവിടെ നിന്ന് അവിടെ നിന്ന് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് വരെ, അതായത് ഒരു 100 മീറ്ററിൻ്റെ ഗ്യാപ്പ് അല്ലെങ്കിൽ 200 മീറ്ററിൻ്റെ ഗ്യാപ്പില്ല, 100 മീറ്ററിൻ്റെ ഗ്യാപ്പിൽ എന്തുണ്ട്, 2 പോസ്റ്റും. ഒന്ന് മെഡിക്കൽ കോളേജ് പോസ്റ്റാണ്, ഒന്ന് വെള്ളിമാടുന്ന് പോസ്റ്റാണ്. ഈ പോസ്റ്റിൽ നിന്ന് ആ പോസ്റ്റിലേക്കൊന്ന് ഞങ്ങളൊന്ന് ഷിഫ്റ്റ് ചെയ്ത് തന്നാൽ ഞങ്ങൾ ഈ പ്രശ്നം പരിഹാരം. നമ്മൾ മുട്ടാത്ത വാതിലുകളില്ല. വെളിമാടുന്ന് അവിടെ പോയപ്പോൾ അവർ വാക്കാലെ പറഞ്ഞ് ഇത് ഇത്ര സിമ്പിളാണ്, അത് നിങ്ങൾ മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. ലൈൻമാൻ ഒന്നുമില്ല, മാറ്റി കൊടുത്തു എന്ന് പറഞ്ഞ ലൈൻമാനുണ്ട്. പേരാരെയും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതിന് പൈസയും കൊടുത്താണ്, പക്ഷേ ലൈൻ മാറിയിട്ടില്ല. ഇവൻ ഓക്സിജൻ കിട്ടുന്നത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. വേറെ യാതൊരു പരിഗണന ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് വെള്ളമില്ലെങ്കിലും കുടിച്ചില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല, ഭക്ഷണം ഉണ്ടാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഇവൻ്റെ ഓക്സിജൻ മുടങ്ങരുത്. ഇതാണ് ഞങ്ങളുടെ ആകപ്പാടുള്ളൊരു നമ്മുടെ പരിദേവനം, നമ്മുടെ സങ്കടം, ഞങ്ങളുടെ സങ്കടഹൃദയം അത് മാത്രമാണ്.